ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മളന്ന് നെയിം പ്ലേസ് തിങ് മലയാളത്തിൽ ചെയ്തിരുന്നു. പക്ഷെ വീറും വാശിയോടും കൂടെയുള്ള മത്സരമായിരുന്നു. അതില് ഞാനായിരുന്നു ഗൈസ് ജയിച്ചത്. അതാരും പറയാൻ മറന്നുകൊണ്ട, അത് എല്ലാരും കണ്ടതാണ്, എടുത്ത് പറയണമെന്ന് ആവശ്യമില്ല. അപ്പൊ നമ്മൾ ആ ചാലഞ്ച് ചെയ്ത സമയത്ത് നമുക്ക് ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു ഇതന്നെ ഇംഗ്ലീഷിലും കൂടി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഇംഗ്ലീഷിലാണ് ഈ ചാലഞ്ച് ചെയ്യാൻ പോകുന്നത്. കുറച്ച് ടഫ് ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇത് ഇവിടെ A to Z വീലൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മളിങ്ങനെ കറക്കിയിട്ട് ഇതിന്റെ നേരെ വന്ന് നിൽക്കുന്ന ലെറ്റർ ഏതാണോ ആ ലെറ്റർ വെച്ചിട്ടായിരിക്കും നമ്മൾ നെയിം പ്ലേസ് തിങ്സ് എഴുതാട്ടോ. അപ്പൊ നെയിം പ്ലേസ് തിങ് മൂവി ആനിമൽ ഇത്രയും സാധനങ്ങളായിരിക്കും നമ്മൾ ഇതിൽ എഴുതേണ്ടി വരിക. അതിന് ആദ്യം ആരാണോ ഈ 5 സാധനങ്ങളും ഫിനിഷ് ചെയ്യുന്നത് അവർക്ക് മുന്നിലുള്ള ബസർ അടിക്കാം. ആദ്യം ആരാണ് എഴുതി കഴിയുന്നത് അവരാണ് ബസർ അടിക്കേണ്ടത്. അതിനുശേഷം ബാക്കിയുള്ളവർക്ക് എഴുതാൻ കഴിയില്ല. അതെ, അങ്ങനെയാ നമ്മളെ വീറും വാശിയേറിയ പോരാട്ടം തുടങ്ങാൻ പോവുകയാണ്. മലയാളം ആവുന്ന സമയത്ത് ഞങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിരുന്നു. ഇംഗ്ലീഷ് ആയ സമയത്ത് ഇംഗ്ലീഷ് ആവുമ്പോ എന്താണ് മൂവി ഒക്കെ പിന്നെ നമുക്ക് സാധാരണ ഉള്ള മൂവി തന്നെ അതിന്റെ ഫസ്റ്റ് ലെറ്റർ എന്താ നോക്കിട്ട് എഴുതാം. സ്ഥലം എഴുതാൻ പറ്റും, മൂവി എഴുതാൻ പറ്റും. ആനിമലും തിങ്ങും ആണ് നമുക്ക് കറക്റ്റ് ഇംഗ്ലീഷ് വേർഡ് തന്നെ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ ബുക്കും പെന്നൊക്കെ എടുത്തിരുന്ന നമ്മളെ കൂടെ നെയിം പ്ലേസ് തിങ്സ് ഇംഗ്ലീഷിൽ എന്നിട്ട് ആർക്കാണ് കൂടുതൽ മാർക്ക് കിട്ടുന്നത് നോക്കാം. അപ്പൊ എനിക്ക് പേടിയാവള്. മലയാളത്തില് സ്ത്രീ കണ്ടുപിടിക്കാത്ത സ്ഥലങ്ങളില്ല ഗൈസ്. എന്തൊക്കെയോ പല പല പേരുകൾ ഉണ്ടായിരുന്നു. അത് ഈ പ്രാവശ്യം പരിപാടി ബോണക്കാട് കമന്റ് ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ കമന്റ്സ് ഉണ്ടായിരുന്നു. നെയിം പ്ലേസ് തിങ് ആനിമൽ ഓർ ബേർഡ്. ആനിമൽ പിന്നെ ഫിലിം ഉണ്ടോ? മൂവി ഫിലിം മാർക്ക് മാർക്ക്. ദ നെയിം പ്ലേസ് തിങ് ആനിമൽ ഫിലിം മാർക്ക്. എനിക്ക് മലയാളത്തിലാവുന്ന സമയത്ത് നമുക്ക് ഇത് ഒരുപാട് ചെയ്ത് പരിചയമില്ല. ശരിക്കും ഇപ്പൊ ആലോചിച്ച് നോക്കുമ്പോ സ്കൂളിൽ പഠിക്കുമ്പോ ഇംഗ്ലീഷിലും കൂടി ഒന്ന് പയറ്റി നോക്കണായിരുന്നു. അതെ, മലയാളം പേര് പോലും ഇല്ലല്ലോ. ക്യൂ വെച്ചിട്ട് അതൊക്കെ എഴുതേണ്ടി അത് സി അല്ലേ? ദൈവമേ, തുടക്കെങ്കിൽ ഈസി ആവണേ. അയ്യോ, ഞാനൊന്ന് എഴുതി. അയ്യോ അയ്യോ, പോയി പോയി പോയി. ഇത് കുറച്ച് ടഫാ. ആനിമൽ ഓർ ബേർഡ് കിട്ടുന്നില്ല ഗൈസ്. ബാക്കിയൊക്കെ എനിക്ക് കിട്ടിയില്ലേ? നീ വെച്ചിട്ടെന്താ ആനിമൽ ഉള്ളത്? ബേർഡ് ആനിമലാ അറിയോ? ഞാൻ എന്നാ പിന്നെ ഞാൻ ബസറടിച്ചിട്ടുണ്ടാവില്ലേ? എനിക്ക് ഫിലിം വരെ കിട്ടിയില്ലായിരുന്നു. അത് എഴുതിയതാണ്. മലയാളം മൂവീസ് മാത്രമേ പറ്റൂ. മൂവീസ് മലയാളം മാത്രമേ പറ്റുള്ളൂ കേട്ടോ. ബി വെച്ചിട്ടൊരു ആനിമലും ബേർഡൊന്നും ഇല്ല. ഇല്ലേ? പോടത് അവള് കണ്ടുപിടിച്ചപ്പത്. ഞാൻ അവിടെ വണ്ട് നാലിച്ചോണ്ടിരിക്കുക. അതറിയാം എനിക്ക്. എല്ലാരും ഒരേപോലെ തന്നെ. ഞാൻ എഴുതിയൊരു തെങ്ങ് കണ്ടിട്ട് ഞാൻ തന്നെ ചിരിച്ചത്. ഞാൻ ഏത് ഓ, അത് പറഞ്ഞിട്ട് പറയുന്ന എനിക്കറിയില്ല. ഞാൻ വെറുതെ ഒന്ന് പയറ്റി ശരിയാ ചോദിച്ചിട്ട് കാര്യം. അതെയ്യൊന്നു പറയും. അന്നത് കഴിഞ്ഞാൽ പറഞ്ഞതരല്ലേ, കട്ടിടാതെ ഈ പറഞ്ഞതരാ. ഫോണിൽ നോക്കാൻ പാടില്ല. പിന്നെയും ചോദിക്കുന്നേ ഞാനല്ല, ഓളാണ് ചോദിച്ചത്. എന്ത് സത്യസന്ധ ഞാന്ന്. വേഴാമ്പലെന്ന് ഞാൻ കൊറേ നേരം ആലോചിച്ചു. ഞാൻ നിർത്തിയാൻ ബസ്സടിക്കാൻ പോവാ. അങ്ങനെയൊന്നും അടിക്കാൻ പറ്റില്ല. പോറത് ചല്ലു. ഇത് ആർക്കും കിട്ടിയില്ല, ആരും ബസ്സടിച്ചില്ല. എന്ത് ചെയ്യൂ? അസനോന്ന് ബസ്സടിക്കും. അല്ല, ഫസ്റ്റ് എഴുതി കഴിഞ്ഞുള്ള പ്രശ്നം വരില്ലല്ലോ അല്ലേ? കുറച്ചേരം കൂടെ കമ്പൈൻ ചെയ്തിട്ട് ക്വിറ്റ് ചെയ്യാണെങ്കിൽ അടുത്ത റൗണ്ട്. അല്ലല്ല, ഞാൻ ക്വിറ്റ് ചെയ്തില്ല. കമ്പൈൻ ചെയ്തിട്ടേ ഉള്ളൂ. ഞാനും ക്വിറ്റ് ചെയ്യുന്നില്ല. ചല്ലു ആലോചിക്കുന്നു.
നീ കട്ട് ചെയ്യാതെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. അടക്ക്. വരയൻ പുലി. അതിലും ഭേദം നമ്മളെ വവ്വാലായിരുന്നു. ഒന്നുമില്ല, അത് ഞാൻ തിങ്സ് ഒന്ന് മാറ്റിയതാ, അഥവാ എനിക്ക് മാർക്കുന്നില്ലെങ്കിൽ നിങ്ങള് ഗൈസ്. ഇത് ഞങ്ങൾ തീരുമാനിച്ചു, ഞങ്ങൾക്ക് ആനിമൽ ബേർഡ് ഒന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കിട്ടുകയാണ് ഗൈസ്. കിറ്റ് ചെയ്യുന്നതിനുള്ള മത്സരം. അപ്പൊ തുടങ്ങാം. നീ തുടങ്ങിക്കോ. ഞാൻ തുടങ്ങാം. നെയിമില് തുടങ്ങാണേ. വിഷ്ണു. വിഷ്ണു എഴുതി ഞാൻ വെട്ടി വേണുവാക്കി. ഞാൻ വിവേക്. ഞാനതാ പറഞ്ഞല്ലേ, അറിയുന്ന പേര് എഴുതരുതേന്ന്. ഞാൻ വിഷ്ണു 10. ഞാൻ ഒരു ലോഡ് വെട്ടിണ്ട് കേട്ടോ. അടുത്തത്തെ പ്ലേസ് വയനാട്. എന്താ വയനാടായിരിക്കോ? അല്ല, വയനാട് W. വിയറ്റ്നാം. ഞാൻ ഭരിക്കാ. ശരി, ഞാൻ ഇവിടെ വിട്ട് വേറെ എവിടെയും പോകാൻ ഉദ്ദേശിച്ചില്ല. വാമനപുരം എഴുതി. പിന്നെ എനിക്ക് അതൊരു സിനിമയാണോ എന്ന് ആലോചിച്ചു. സ്ഥലം ഉണ്ടാവും. സ്ഥലം ഉണ്ടാവേ. അത് വാമനപുരം ബസ് റൂട്ട്. സിനിമ എഴുതിയിട്ടുണ്ട്. ശരി. അപ്പൊ പിന്നെ ഞാൻ വയനാട്. അതിന് തിങ് ബേസ്. ഇനി പറഞ്ഞു എന്നിട്ട് വാൻ. വാൻ. ഇത് നോക്ക്, ആദ്യം വിവൽ സോപ്പ് എഴുതി, ഒന്നും കിട്ടാതെ. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് ഞാൻ വെട്ടിയിട്ട് വാൻ എഴുതി. പിന്നെ വാൻ വെട്ടിയിട്ട് ഞാൻ ബേസ് എഴുതി. അതുകൊണ്ട് 10 മാർക്ക് കിട്ടിയല്ല, 5 ആയി പോയനെ. കോമഡിയാ. എനിക്കൊന്നും കിട്ടില്ല. ഞാൻ അവസാനം വോഡഫോൺ സിം എഴുതി. മാർക്കാണല്ലോ. ഈ കുരുട്ട് ബുദ്ധി വർക്ക് ചെയ്ത സ്ത്രീനെ കഴിഞ്ഞിട്ട് ബാക്കി ആളും. ഓക്കെ, ആനിമൽ 0 അല്ലേ? ആനിമൽ എല്ലാവർക്കും 0. ആനിമൽ ബേർഡ് ഒന്നും ആർക്കും കിട്ടിയില്ല. മൂവി എന്തെങ്കിലും ഉണ്ടോ? ആനിമൽ ബേർഡ് എന്തെങ്കിലും ഉണ്ടോ? വൈപ്പർ. ഗൂഗിൾ ചെയ്ത് നോക്കിയല്ലേ? അല്ലാതെ ആൾക്കറിയാം. ഗൂഗിൾ ചെയ്ത് നോക്കിയതാ. എന്തായാലും ഈ വൈപ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ഫിലിം വാമനപുരം ബസ്. കുറച്ച് നേരത്തെ മുന്നേ അതല്ലേ ഇവിടെ പറഞ്ഞത്. ആദ്യം കേട്ടില്ല. ഞാനതാ സിനിമ എഴുതിയെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ഇതിൽ ഞാൻ വെട്ടിനെ വലത്തോട്ട് തിരിഞ്ഞ 4ാമത്തെ വീട്. സോറി, വലത്തോട്ട് തിരിഞ്ഞാൽ 4ാമത്തെ വീട്. മലയാളം ഇംഗ്ലീഷ് എല്ലാം കൂടി മിക്സ്. അത് 4 വലത്തോട്ട് തിരിഞ്ഞാൽ 4ാമത്തെ മലയാളത്തിൽ എഴുതിട്ട് വീട് എന്നുള്ള ഇംഗ്ലീഷിൽ എഴുതി. ഇംഗ്ലീഷ്. അത് സ്ഥലം മാർക്ക് കൊടുക്കണം. അത് ഞാൻ ഫുൾ ഇംഗ്ലീഷിൽ എഴുതിയത്, അതൊന്നും പറയാൻ പറ്റില്ല. മലയാളം. ഓക്കെ, ഞാൻ വടക്കുന്നത്. ഇതിലിപ്പോ എല്ലാവർക്കും 40 പോയിന്റ്. ഗൈസ്, വിവേകിന് 10, വരിക്കാശ്ശേരിക്ക് 10, വാനിന് 10, സിനിമയ്ക്ക് 10. അപ്പൊ 40 പോയിന്റ്. ആനിമൽ എഴുതിയില്ല. വിഷ്ണു 10, പ്ലേസ് അല്ല എന്തേത് വയലട 10, തിങ്സ് ബേസ് 10, ഇത് 0, വാമനപുരം ബസ് റൂട്ട് 10, 40 മാർക്ക്. ഇത് വേണു 10. എന്തായിരുന്നു ഇത്? വിയറ്റ്നാം 10, വോഡഫോൺ സിം 10, ഇതിന് 0. പിന്നെ വലത്തോട്ട് തിരിഞ്ഞ 4ാമത്തെ വീട് 10. ടോട്ടൽ 40. അപ്പൊ എല്ലാവർക്കും ഈ റൗണ്ടില് ഈക്വൽ ആയിട്ടുള്ള മാർക്കാണ്. ഈ 26 സ്പെല്ലിംഗ് ഉണ്ട്. ഇനി ടഫ് അല്ലാത്ത വേറെ എന്തെങ്കിലും ഒക്കെ കിട്ടിയാൽ മതി. ഈ കറക്കിക്കോ, ശ്രീ കറക്കിക്കോ. ഞാനാക്കാം. അടുത്ത റൗണ്ട്. ടീച്ചറെ എയോ സിയോ ബിയോ? അയ്യോ, ബി അല്ലത്? ഞാൻ പറയും 3, 2, 1 ഗോ. അയ്യോ, ഇതിന് ഞാൻ ഫസ്റ്റ് ബസ്റ്റർ അടിച്ചു. എനിക്ക് വളരെ സിമ്പിൾ ആയിപ്പോയി. ഇതും തെറ്റിയിട്ടില്ല. ഓക്കെ, ഞാൻ പറയാമോ? പേര്, ആളെ പേര് ബേബി. ഞാൻ പേരെഴുതാൻ എളുപ്പമല്ല വെച്ചിട്ട് അവിടെ വെച്ചു. ഓക്കെ, 10 മാർക്ക്. പ്ലേസ് ബാലരാമപുരം. ബാനാസുര, ബ്രസീൽ. ബ്രസീൽ. കഴിഞ്ഞതിൽ മൊത്തം കോഴിക്കോട് വിട്ടിട്ടില്ല. ഇപ്പൊ രാജ്യം പോയി. രാജ്യം വിട്ട് കളിയാ. കഴിഞ്ഞ പ്രാവശ്യം ഫുള്ള് കോഴിക്കോട് മാത്രം ഇറങ്ങി തിരിഞ്ഞാണ്. ഇന്റർനാഷണൽ ആയി. ഓക്കെ, അടുത്തത് ഇംഗ്ലീഷിലേക്ക് വന്നപ്പോ ഇന്റർനാഷണൽ ആയി. ഓക്കെ, തിങ്സിന് ഞാൻ ബേബി സോപ്പ്. എന്താ ശ്രീത? എന്താ? ബ്രെഡ്. ബന്നി. ഒരേ കാറ്റഗറി ആണെന്നേ ഉള്ളൂ. ആനിമൽ. ബട്ടർഫ്ലൈ. ബണ്ണി.
ഹോ ബിയർ. ബണ്ണിയാ? ബണ്ണീന്ന് മൊയില് മൊയില്. ആ അതായത് എനിക്ക് ഒന്നും പെട്ടെന്ന് കിട്ടാഞ്ഞപ്പോ ഞാൻ വേഗം ബണ്ണീന്ന് എഴുതിയതാണ് സംഭവം. ഓക്കെ, മൂവി ഭ്രമരം. ഞാൻ എഴുതിയില്ല, അപ്പത്തേക്ക് ബസ്സർ അടിച്ചില്ലേ. ഞാനും എഴുതിയില്ല. അപ്പൊ ടോട്ടൽ എനിക്ക് 30 മാർക്ക്. എനിക്ക് ഇതിൽ മാർക്ക് കുറഞ്ഞു. ഇവളാണ് എപ്പോഴും സ്കോർ ചെയ്തോണ്ടിരിക്കുന്നത്. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഭ്രമരം ഞാൻ മലയാളത്തിൽ എഴുതി, അത് കുഴപ്പമാണോ? അതൊരു കുഴപ്പമാണ്. അങ്ങനെയാണ് ഇവൾക്ക് കുഴപ്പമാണോ? മലയാളത്തിലാണ് സല്ലു ബി വെച്ചിട്ടല്ലേ തുടങ്ങുന്നത്. നമ്മളിത് ചെയ്യുന്നത്. അപ്പൊ എന്നാ പിന്നെ നാലാമത്തെ എന്നുള്ളതിന് നോക്ക് മാർക്ക് കൊടുക്കരുത്. 4ാമത്തെ 2 വേർഡ് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. ഇത്രോ വലിയ സ്പെല്ലിംഗ് ഓളെ തെറ്റിച്ചുള്ളൂ. ഇപ്പോൾ ഭ്രമരം മലയാളത്തിൽ സല്ലു തീരുമാനിക്കണം. മാർക്ക് കൊടുക്കാം. ഭ്രമരത്തിന് ബി വെച്ചിട്ടാണ് സ്റ്റാർട്ട്. അത് ഞാൻ ആ മലയാളത്തിന്റെ ഓക്കെ. ഇനി മുതൽ ആർക്കും മാർക്ക് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഇതിൽ എനിക്ക് 50 മാർക്ക്. 30 മാർക്ക്. ബേബി ബാലരാംപുരം, ബേബി സോപ്പ്, ബട്ടർഫ്ലൈ, ഭ്രമരം 50 മാർക്ക്. ഇന്ത്യതാ ബെന്ന് 10, ബാനാസുര 10, ബണ്ണ് 10, ബണ്ണി 10. എല്ലാം ഒരുപോലെ ഉണ്ടല്ലോ. ബെന്ന് 10, ബാണാസുര 10, ബണ്ണ് 10, ബെന്ന്, ബണ്ണ്, ബണ്ണി. എനിക്ക് ബ്രസീല് ബ്രെഡ് ബിയർ 30 മാർക്ക്. അങ്ങനെ 40 മാർക്ക്. 10 മാർക്കിന്റെ മുകളിൽ 5 ഇപ്പൊ മുന്നിട്ട് നിൽക്കുന്നത്. ഇനി ഞാനാ ഗൈസ് കറക്കാൻ പോകുന്നത്. ഇതിലെങ്കിൽ നല്ല സിമ്പിൾ ആയിട്ടുള്ള കിട്ടണേ. ഇപ്പൊ കിട്ടിയ പോലെ ഇപ്പൊ കിട്ടിയത് എനിക്ക് പറ്റിയിട്ടില്ലല്ലോ. അയ്യനെ. അയ്യോ. ആ ഓക്കേ റെഡി. ഏയ് ആലോചിക്കാൻ ടൈം ഉണ്ടല്ലേ. 3, 2, 1 ഗോ. അയ്യ അയ്യ എന്താണ്? അയ്യ കേട്ട് പേടിച്ചോ. അയ്യടാ, അയ്യ ഇങ്ങനെ വരച്ചിട്ട് കിട്ടണില്ലേക്ക്. അയ്യെന്ന് പറയുമ്പോ ഈലും പെടും. ഇംഗ്ലീഷ് സിനിമ എഴുതി കൂടാ? മലയാളം മാത്രമേ എഴുതാൻ പാടുള്ളൂ അത്ര. മലയാളം മാത്രമേ എഴുതാൻ പറ്റൂ. മലയാളം ഇതാ ഇംഗ്ലീഷ് അല്ലേ? ആ ശരിയാണല്ലോ. ആൽഫബറ്റ് അല്ലേ? എന്താ എഴുതാൻ പോണെന്നുള്ള എനിക്കറിയാം. ഇംഗ്ലീഷ് സിനിമ ഇത് യൂസ് ചെയ്യുന്നില്ല. മലയാളം സിനിമ ഇംഗ്ലീഷിൽ എഴുതിക്കാം. ഈ ആനിമൽ ഒരു വിഷയമാണ് ഗൈസ്. ആനിമൽ ഒരു വിഷയമാണ്. ആനിമലാണ് കിട്ടാത്തത്, ബാക്കിയൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത്. എനിക്കും ആനിമലേ കിട്ടാത്തുള്ളൂ. വേഗം ആലോചിക്കുന്നു. ആനിമൽ കിട്ടില്ല. മതി മതി, ടൈം ഔട്ടായി. ഞാൻ എന്തെങ്കിലും എഴുതിയോട്ടെ. എഴുതിയ കൈ സമയം കൊടുക്കുക. അത് എഴുതണ്ടല്ലോ. അത് ശരി. എന്താ മതി മതി മതി, ടൈമായി. ഇത് ഗൈസ് ആനിമൽ ഭയങ്കര ടഫാണ്. ബാക്കിയൊക്കെ ഒരു മിനിറ്റ്, അനക്ക് ഏതെങ്കിലും ആനിമൽ അറിയോ? ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി. എന്താ ഗൂഗിൾ ചെയ്തപ്പോ കിട്ടിയത്? ഇന്ത്യൻ എലിഫാന്റ് ഉണ്ട്, ഇംപാല ഉണ്ട്, ഇഗ്വാൻ ഉണ്ട്. ഇന്ത്യൻ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ ഇന്ത്യൻ ലയൺ എന്ന് വരെ എഴുതിയായിരുന്നു. മണ്ടന്മാര്. ആ പോട്ടെ കുഴപ്പമില്ല. ഇനിയിപ്പോ എന്തായാലും ഐ വെച്ചിട്ടുള്ള നെയിം പറയാ. ഞാൻ പറയട്ടെ, ഐസക്. എഴുതാൻ പോയതായിരുന്നു ഞാൻ. ഞാന് അയൻ. അത് കുഴപ്പമില്ല. ഐസക്കും ഐസക് ന്യൂട്ടനും ഞാൻ അയൻ. അയൻ എന്ന് പറഞ്ഞിട്ട് ഐ വെച്ചിട്ട് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. പേരൊക്കെ നമ്മൾ ഇടുന്ന പോലെയാണ് അല്ലേ? അത്രേ ഉള്ളൂ. അയൻ. മാർക്കറ്റ്. ഇന്ത്യ, ഇസ്താംബുൾ, ഇറാഖ്. ഓക്കെ. ഐസ്ക്രീം. ഐസ്, അതായത് ഐസ് ക്യൂബ്. ഐസ് ക്യൂബ് ആണ് ഞാൻ എഴുതിയത്. ഐസ് എന്ന് പറയുന്ന മഞ്ഞ്. ഐസ് ക്യൂബ് മഞ്ഞ് കട്ട. അതെ, ഞാൻ പ്രത്യേകം ഐസ് ക്യൂബ് എഴുതിയിട്ടുണ്ട്. അത് വേറെ വേറെ. ഇവിടെ ഐസ് എന്ന് മാത്രം എഴുതി, അതിനോട് വേറെ. ഓക്കെ. ആനിമൽ പൂജ്യം.
ആനുവൽ 0. ഐസ് ഫിഷ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്, ഒന്ന് നോക്കോ. നോക്കാം. ഐസ് ഫിഷ് പോലും ചെലപ്പോ അങ്ങനെ എന്തെങ്കിലും ഞാൻ പേര് വരും. ഐസ് ബിയർ എഴുതിയത് എടി അത് പോളാർ ബിയർ അടി. അങ്ങനെ ആക്കിയത് ഐസ് ഫിഷ് ഒന്നും ഉണ്ടോ നോക്കോ. ഉണ്ടെങ്കിലും മാർക്ക് ഇല്ലെങ്കിലും 0. ഇത് ഇങ്ങനത്തെ വിഡിത്തരങ്ങളൊന്നും Google ചെയ്ത് നോക്കിയിട്ടല്ല. ഗൂഗിൾ ചെയ്ത് നോക്കണം. ഉള്ള മണ്ടത്തരങ്ങൾ മൊത്തം എഴുതി വെച്ചിട്ട് എല്ലാരും ഗൂഗിൾ ചെയ്ത് നോക്കില്ല. അപ്പൊ എനിക്ക് നോക്കണം. ഐസ് ഫിഷാ. ഐസ് ഫിഷ്. നോക്കാം. ഞാൻ അപ്പളേ പറഞ്ഞത് ഗൂഗിൾ ചെയ്ത് നോക്കുന്ന പരിപാടി ഇന്നില്ല. ആ ഇതെല്ലാം ഇവിടെ ഓരോ പൊട്ടത്തിന് എഴുതി വെക്കുന്നിട്ടൊക്കെ ഗൂഗിൾ ചെയ്തിട്ട് അതിന് എവിടെയെങ്കിലും ഒരു ഭാഗം മാർക്ക് പറ്റില്ല. അതിന് കഴിഞ്ഞ ആഴ്ചക്ക് മാർക്ക് കിട്ടിയില്ല. ചോണക്കാടിനൊക്കെ എങ്ങനെ മാർക്ക് കിട്ടാനാണ്? ചോണക്കാടിന് കിട്ടില്ല. അതുപോലത്തെ 100,000 വിഡിത്തരം എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഓരോന്ന് എഴുതിച്ചിട്ട് അതിനൊക്കെ ഗൂഗിൾ ചെയ്തപ്പോ ഒന്നുമില്ല. ക്രോക്കഡൈൽ ഐസ് ഫിഷ്. ആ അത് ക്രോക്കഡൈൽ ഐസ് ഫിഷ് ആണ്. എന്താണ് വൈറ്റ് കോൾഡ് ഐസ് ഫിഷ് ഐസ് ഫിഷ് എന്നുള്ളൊരു പേരുണ്ട്. ലാർജർ ഫിഷ് ഐസ് ഇറ്റ് കോൾഡ് ഐസ് ഫിഷ്. ശല്യന്നെ പറയാം ഇതിന് മാർക്ക് കൊടുക്കാൻ പറ്റുമോ? എനിക്കറിയില്ല, നിങ്ങൾ തീരുമാനം. അല്ലല്ല അതാണ് പേടിയായിട്ടാ. നിങ്ങൾ തീരുമാനിച്ചോ മാർക്ക് കൊടുക്കാൻ പറ്റുമോ? ഐസ് ഫിഷ് എന്ന് പറഞ്ഞാൽ അടിച്ചു നോക്കുമ്പോ ഏകദേശം blue colour ഉള്ള ഒരു പക്ഷെ ക്രോക്കഡൈൽ ഐസ് ഫിഷ് എന്നാണ് വരുന്നത്. ഐസ് ഫിഷ് fish അടിക്കുമ്പോ മാത്രം. അതാ മാക്കറൽ ഐസ് ഫിഷ്, ബ്ലാക്ക് ഫിൻ ഐസ് ഫിഷ്, ചിനോഡ്രാക്കോ ഫിഷ് അങ്ങനെയൊക്കെ വരുന്നേ. അത് നമ്മള് തീരുമാനിക്കണം. നിങ്ങൾ തീരുമാനിച്ചോ? അതായത് ഭയങ്കര ഐസുള്ള സ്ഥലത്ത് ജീവിക്കുന്ന ഫിഷിന് ഐസ് ഫിഷ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിലേത് ഫിഷ് അല്ല പ്രത്യേകമായിട്ട് എഴുതാത്തോണ്ട് കുഴപ്പമില്ല. 0. ഗൈസ് ഗൂഗിളിൽ പറയുന്നത് ഐസിലുള്ള ഫിഷിനാണ് ഐസ് ഫിഷ് എന്ന് പറയുന്നത്. പക്ഷെ ആ ഐസിലുള്ള ഫിഷിന് ഓരോരോ പേരുകളുണ്ട്. അതായത് ക്രോക്കഡൈൽ ആ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഈ മത്തി എന്ന് പറയുന്ന ഐസിലാണെങ്കിൽ അത് ആ മത്തീനെ ഐസ് ഫിഷ് എന്ന് കൂട്ടി വിളിക്കും. അതാണ് സംഭവം. അല്ലാണ്ട് പ്രോപ്പർ ആയിട്ട് ഐസ് ഫിഷ് എന്ന് പറഞ്ഞിട്ടൊരു പേരില്ല. തണുപ്പുള്ള റീജിയനിലുള്ള വെള്ളത്തിൽ താമസിക്കുന്ന മീനുകള്. അപ്പൊ 0. അപ്പൊ അത് 0. സിനിമ ഇന്ത്യൻ റുപ്പി. ഇഷ്ടം ഐരാവതം. ഐരാവത് സിനിമ ഞാൻ അമ്മമ്മ പറഞ്ഞിട്ട് ഐരാവതത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഐ വെച്ചിട്ടാണെന്ന് അറിയില്ല. അല്ലാണ്ട് എ വൈ എന്ന് പറഞ്ഞിട്ട് എന്തായാലും എഴുതൂല. ഐ എന്ന് പറഞ്ഞാൽ അത് ശരി. എന്തായാലും എനിക്ക് 10 മാർക്ക്. ഈ 10 മാർക്ക് കേട്ടോ. എത്ര ഇഷ്ടം പോലെ പേരുകൾ ഗൂഗിൾ ചെയ്യാൻ വരുന്നില്ലല്ലോ. ഇവളൊന്നും മാത്രം എന്തോട്ടെ വന്നോളൂ. കഴിഞ്ഞ പ്രാവശ്യം എല്ലാരും ഗൂഗിൾ ചെയ്തിട്ടുണ്ട്. ഇവർ രണ്ടെണ്ണം ഞാനും എല്ലാരും ഗൂഗിൾ ചെയ്തിട്ടുണ്ട്. ഐ വെച്ചിട്ട് തന്നെ ഐരാവതം. ഐരാവതം സിനിമ ഉണ്ട്. ഐരാവതം പറഞ്ഞിട്ടൊരു സിനിമ ഉണ്ട്. ആട്ടോ വരുന്നത്. അവളാണ് എങ്ങനെങ്കിലൊക്കെ വരെ പൂച്ച ചാടുന്ന പോലെ 4 കാലിലെ വീഴുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പൊട്ടിയത്. എനിക്ക് 40 കൈസ്. ആനിമൽ മാത്രം എഴുതിയില്ല. ബാക്കി ഐസക്ക്, ഇസ്താംബുൾ, ഐസ്ക്രീം, ഇന്ത്യൻ റുപ്പി. ഞാനും 5 തമ്മിൽ 10 മാർക്കിന്റെ ഡിഫറൻസ് ഉള്ളു ഗൈസ്. എനിക്ക് തിരിച്ചു പിടിക്കണം. ഞാനും ഷാമി തമ്മിൽ 20 മാർക്കിന്റെ ഡിഫറൻസ്. നിങ്ങൾ തമ്മിൽ 30 മാർക്കിന്റെ ഡിഫറൻസ്. മത്സരം കടുത്തോണ്ടിരിക്കുകയാണ് ഗൈസ്. അടുത്തത് ഞാനാട്ടോ കറക്കുന്നത്. റെഡി? ക്യൂ ഒക്കെ കിട്ടിയാൽ നന്നായിരിക്കും. ഏതോ ഓക്കെ റെഡി 3 2 1 ഗോ. ഞാൻ ടൈറ്റിൽ എഴുതിയില്ലായിരുന്നു. ഇത് നോക്കി ഇതല്ലേ അഞ്ചി ബസ് അടിക്കരുത്. എന്നെ നോക്കിയിരുന്നാ മതി. എഴുതുന്നുണ്ട് നീ ഓർക്കണം. മാത്രം നോക്കിയിരുന്നേട്ടാ. ഞാൻ പൈസ എഴുതിയില്ല ഗൈസ്. ഞാൻ ഫുള്ളായില്ല. തുടങ്ങാം. നെയിം റോസ്. റിയാസ്. ഞാൻ എഴുതും ചേച്ചി. ഞാൻ റോമാന്നൊക്കെ എഴുതാന്ന് വിചാരിച്ചു. പിന്നെ പെട്ടെന്ന് എന്താ പറഞ്ഞത്? റഷ്യ. അടിപൊളി പോയി. ഞാൻ പ്ലേസ് എഴുതിയിട്ടേ ഇല്ല. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ 5 മാർക്ക്. തിങ്ക് എന്താ നിങ്ങൾ പറഞ്ഞു? റാസ്ബെറി. റംബൂട്ടാൻ. ആനിമൽ. എല്ലാവർക്കും ഒരു ആനിമലിലേക്ക് ഓർമ്മ. അല്ല റാറ്റ് ആണോ? റെയിൻഡിയർ. റെയിൻഡിയർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. എനിക്ക് റാബിറ്റ് എനിക്ക് ഓർമ്മ വന്നത്. സിനിമ എഴുതിയ എല്ലാരും. ഞാൻ വെറുതെ സിനിമ വെട്ടിയിട്ട് ഞാൻ എഴുതിയ സമയം പോയതാണ്. രാവണ. ഞാൻ സിനിമ രാവണ പ്രഭു. ഞാൻ രക്തസാക്ഷികൾ സിന്ദാബാദ്. സമയം പോയത്. ആ സമയം എനിക്ക് പ്ലേസ് എഴുതിയ രസതന്ത്രം.
രസഗുണ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടോ? ഇല്ല ഒരു അത് തിന്നുന്ന സാധനമാണ് രസഗുള. ഇന്നലെ നമുക്ക് എഴുതായിരുന്നു. അല്ല, ഞാൻ സിനിമ രസഗുള ഗൈസിൻ്റെത് കണ്ടോ, റിയാസിന് 10 പ്ലേസ് ചെയ്യാൻ എഴുതിയില്ല, റംബൂട്ടാൻ 10, റാറ്റ് 10, രക്തസാക്ഷികൾ സിന്ദാബാദ് 10 guys. അങ്ങനെ ടോട്ടൽ 40. റോയ് 10, റഷ്യ 5, 15, റസ്ക് 25 അല്ല 35 രസതന്ത്രം. എനിക്ക് റോസ് 10, റഷ്യ 5, റാസ്ബെറി 10, ഇതെന്തായിരുന്നു റെയിൻഡിയർ 10, പിന്നെ ഫിലിം രാവണപ്രഭു 10. 45 മാർക്ക്. ശ്രീയാണോ മുന്നില്? അല്ലല്ല, 5 മാർക്ക് എനിക്ക് കൂടിയിട്ടുള്ളൂ. അപ്പൊ ഞാനും ശ്രീയും തമ്മിൽ ഇത് ലാസ്റ്റ് നോക്കാം, എന്നാലേ രസം ഉണ്ടാവുള്ളൂ. അതെ അതെ, ഇപ്പോഴേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കൊണ്ടാ. അടുത്ത ഞാൻ ഇപ്പൊ നോക്കിയല്ലോ 5 ബസ്സർ അടിക്കല്ലേ നടപ്പത്തെ ഓളവിടെ ബസ്സർ അടിച്ചു കഴിഞ്ഞാൽ അത് എന്നെ കാത്തുക്കോള്. നല്ലൊരു ലെറ്റർ. അല്ല നമ്മളെ അയ്യോ ഞാനിവിടെ പ്ലേസ് ആനിമൽ എഴുതിയിട്ടില്ല ഗൈസ്. അല്ല, ഞാൻ വിചാരിച്ചു ബസ് അടിക്കുന്നത്. എനിക്ക് തിങ് എഴുതാനുള്ള സമയം തന്നില്ല. വായിച്ചോ. എഴുതി വന്ന് അപ്പൊ ബസറടിച്ച്. പേര് അമ്മു. അഞ്ചു. അമ്മു. അഞ്ചു. ഞാൻ ആദ്യം എഴുതി കഴിയും, പക്ഷെ ആരെങ്കിലും ഒരാളെ എഴുതിയതെങ്കിലും എഴുതിയിട്ടില്ല 0. ഓക്കെ, പ്ലേസ് ചെയ്യൂ പറഞ്ഞോ. അമേരിക്ക. തിങ് അൽഫാം. ആപ്പിൾ. ഞാൻ എഴുതിയില്ല, ഞാൻ എഴുതാൻ പോകുമ്പോഴത്തേക്കുള്ള ബസറടിച്ചത്. എന്നെ എഴുതി വെച്ചിരുന്നു, ബാക്കി എന്തായിരുന്നു എനിക്കറിയില്ല. ആനിമൽ എഴുതിയിട്ടില്ല. എന്താ? അനാക്കൊണ്ട. സമാധാനം. മൂവി 5:30 കല്യാണം. അച്ഛൻ ഉറങ്ങാത്ത വീട്. ആനന്ദം. ആനന്ദം. 45 മാർക്ക്. ഞാൻ രണ്ടാമത് സ്കോർ ചെയ്തത്. മുന്നില് ഞാനിപ്പോ 30 മാർക്ക്. പേര് അഞ്ചു, തിങ് ആപ്പിള്, മൂവി 5:30 കല്യാണം. ഇതില് 35 ഉള്ളൂ. അമ്മു എന്നൊക്കെ എന്ത് എഴുതാ? നീ അണക്ക് വേറെന്ത് എഴുതി കൂടെയിരുന്നോ? ഇനി അടുത്ത ഞാനാണ്. ഇനിയൊക്കെ ഉള്ള ഭയങ്കര ടഫാട്ടോ. സി ആണോ വയ്യാണോ? സി. 3, 2, 1 ഗോ. സി എന്താ പേര്? ഈ വായ നോക്കി നിൽക്കാട്ടെ. ഒന്നും കിട്ടുന്നില്ല. അത് കിട്ടുന്നില്ല, വേറെ നോക്ക്. ഇംഗ്ലീഷ് പേര് അറിയിക്കണ്ട, മലയാളം പേര് ഇംഗ്ലീഷിലോട്ട് ആക്കിയാൽ മതി. സി വെച്ചിട്ട് പേരോട് ഒന്ന് മിണ്ടായിരിക്കും ഷാമി. സി വെച്ച് പേരോടൊന്നും ആരാള് ഇനീഷ്യൽ എഴുതാൻ പറ്റുമോ? ഓക്കെ, എനിക്കിതിൽ എഴുതി പറയൂലേ, അതൊക്കെ മറന്നുപോയി. ചന്ദ്രൻ എഴുതി കൂടെ എനിക്ക്. ഓ, എനിക്ക് ചന്ദ്രമോഹൻ എന്നൊക്കെ ഇപ്പൊ വന്നേ. ഒരു താരം എഴുതിയില്ല. ഒറ്റൊന്ന് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, കാണിക്കാനുള്ള മടിയോണ്ടാണ്. ഞാൻ സംഭവം എന്താ അറിയോ, ഈ സി വെച്ചിട്ട് ഞാൻ ആലോചിക്കുന്നത് വേറെ സീസ ഈ അങ്ങനെയൊക്കെ വരുന്നത് ഞാൻ ആലോചിക്കും. ഞാനും അത് ആലോചിച്ചു, അങ്ങനെ എനിക്ക് ഫിലിം കിട്ടിയില്ല. ചാ വെച്ച് തുടങ്ങുന്ന എനിക്ക് മറന്നുപോയി. എന്തായാലും ഞാൻ പറയാം, പേര് കാതറിൻ. എന്താ പേര് എഴുതിയില്ല? എഴുതിയില്ലല്ലേ? ചന്ദ്രമോഹൻ എഴുതാൻ വിട്ടു. സീസറിന്റെ സി വെച്ചിട്ടാണല്ലോ തുടങ്ങുന്നത്. ഓക്കെ, പ്ലേസ്. ഞാൻ കനോലി എഴുതി. കാനഡ. കനോലി വ്യത്യാസമല്ലോ. കനോലി എന്താന്ന് എനിക്കറിയാം, എനിക്ക് ഓർമ്മ വന്ന് ഞാൻ എഴുതി. ശ്രീക്കാമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ഞാൻ പറഞ്ഞില്ല, എല്ലാരും ഗൂഗിൾ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാക്കൂ. സ്ഥലം ഇവിടെ കാനഡ. എഴുതിയിട്ടില്ല. കനോലി എന്ന് പറഞ്ഞാൽ ആക്ച്വലി കനോലി കനാലിനാണ് കനോലി എന്ന് പറയാ. കനാലിനാണ് പറയാന്നാണ് ഉദ്ദേശിച്ചത്.
അപ്പൊ പക്ഷെ ഞങ്ങള് അവിടെ കനോലി കനാൽ എന്ന് പറയുമ്പോ സ്ഥലമായിട്ട് കൂട്ടാറുണ്ട്. ഓക്കെ അല്ലേ? എത്ര നീണ്ടു കിടക്കുന്നുണ്ട്, അത് ഏതൊക്കെ സ്ഥലത്ത് കൂടെ പോകണം. അപ്പൊ എന്ത് ചെയ്യണോ? അത് പൂജ്യോ അതൊന്നും പറ്റില്ല. അല്ല, canoli canal. ഓക്കെ, സ്ഥലമാണോ? കനോലി കനാൽ ഞാൻ എഴുതിയിട്ടില്ലല്ലോ. കനോലി കനാൽ ഞാൻ എഴുതിയിട്ടില്ലല്ലോ. ഞാൻ എഴുതിയില്ലല്ലേ? ഇല്ല, കനോലിന്ന് എഴുതിയില്ലേ? ആ എന്നാ വേണ്ട, എനിക്ക് മാർക്ക് പോരെ. പൂജ്യം ഇടല്ലേ? ഓനൊന്ന് എന്തെങ്കിലും വഴി ഉണ്ടോ നോക്കട്ടെ. ഇല്ല, ഒരു വഴിയില്ല. ഞാൻ സമ്മതിക്കില്ല. ഇവക്ക് സന്തോഷായി. എനിക്കൊക്കെ സന്തോഷമേ. ഞാനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ആരെടുത്ത് എത്തൂല. എല്ലാരും ചന്ദ്രമോഹൻ എഴുതാൻ വിട്ടുപോയി. ചാന്നുള്ള കിട്ടിയത് ഞാൻ സിനിമ എഴുതിയാണ്. സ്ഥലം ചെമ്മാട് പിന്നെയാണെങ്കിൽ ഇംഗ്ലീഷിൽ ഇങ്ങനെ ചാലപ്പുറം ഉണ്ടായിരുന്നു. സീ വെച്ചാൽ സീവിച്ച് ഞാൻ ആലോചിക്കുന്നു. Actually, canoli എന്ന് പറയുമ്പോ അടിച്ചു നോക്കുമ്പോ അതൊരു എന്നാ പിന്നെ പേസ്ട്രീന്റെ പേരാ canoli. വേണ്ട വേണ്ട, ഞാൻ തിങ്ങിലല്ല എഴുതിയത്, സോറി. അപ്പൊ പൂജ്യം. അപ്പൊ അതിന് 0. ഓക്കെ, തിങ് കുട്ടിക്കൂറ. ഓക്കെ. ചാർക്കോൾ. ക്യാപ്പ് ഈസി ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, ആനിമൽ ക്യാറ്റ്. എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. എന്താ കേപ്രിക്കോൺ എന്ന് പറഞ്ഞ എന്താ സാധനം? കാപ്രിക്കോൺ എന്നുള്ള ആനിമൽ അല്ല, അത് സോഡിയാക്. പക്ഷെ ഒരു ആനിമൽ ഇട്ടോ, ഒന്ന് നോക്കൂ. ഞാൻ സ്കോർപിയോ എന്ന് ആലോചിച്ചിട്ട് ഇത് എഴുതി വെച്ചു. കാപ്രിക്കോൺ ആനിമലാ? അത് അതിന്റെ മുകളിൽ മുട്ടനാട് പോലത്തെ ഒരു സാധനമാണ്, പക്ഷെ അത് കാപ്രിക്കോൺ എന്ന് പറഞ്ഞാൽ സോഡിയാക് സൈൻ ആട്ടോ. ആണ്. പക്ഷെ നമുക്ക് നോക്കി നോക്കാം അങ്ങനത്തെ പേരിൽ എന്തെങ്കിലും ആനിമൽ ഉണ്ടോന്ന്. എനിക്ക് എന്തോ ഇവളായതുകൊണ്ട് എന്തെങ്കിലും ആനിമൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പൊ 0. ഓക്കെ, എനിക്ക് 0, എനിക്ക് 10. ഇനി മൂവിയാണ്. ഞാൻ ചോക്ലേറ്റ്. ഞാനൊന്നും എഴുതിയില്ല. കാറ്റ് ഒക്കെ എഴുതിയാൽ മതി. ഈ ഒന്നും എഴുതിയില്ല. ഈ ആകെപ്പോ എന്താ എഴുതിയത്? ദൈവമേ, 10 മാർക്ക് കിട്ടും. എനിക്ക് 10, 20. ഞാനിത് തെറ്റിപ്പോയി. ഞാൻ ആലോചിച്ചില്ല. ഞാൻ സ്കോർപിയോനെ ആലോചിച്ചിട്ട് ഇത് എഴുതി. എനിക്ക് 40 മാർക്ക്. എന്റെ ആ എഴുതിയ കനോലി 0 കേട്ടോ. അപ്പൊ അത് കണ്ടോ, കാതറിൻ, കനോലി 0, കുട്ടിക്കൂറ, ക്യാറ്റ്, ചോക്ലേറ്റ്. ഇതിന് 4 10. അപ്പൊ 40. എനിക്കൊന്നുമില്ല, എനിക്ക് 10 മാർക്ക്. ചാർക്കോള്. എനിക്ക് സീസർ, കാനഡ, ക്യാപ്പ്. അപ്പൊ ഇത് പോയി. അപ്പൊ ബാക്കിയുള്ള മൊത്തം കൂട്ടിയിട്ട് 30 മാർക്ക്. അടുത്തത് ആ 30 1 2 3 ഇത് മൊത്തം 0. ഇതിപ്പോ നമ്മള് ടോട്ടൽ 2 റൗണ്ട് കഴിഞ്ഞ് ഇനി 3ാമത്തെ റൗണ്ടിലേക്ക് കടക്കാം. ഞാനാണേ. തുടങ്ങട്ടെ. റെഡി? നമ്മൾ ഇതുവരെ എടുത്തതൊക്കെ ഒന്ന് വെട്ടിയാലോ? അപ്പൊ ഇതുവരെ നമ്മള് ബി കിട്ടി, നമുക്ക് അത് വെട്ടി. ബി, പിന്നെ ബി, ഐ കിട്ടി, R കിട്ടി, എ കിട്ടി. ഓക്കെ, റെഡി? റെഡി. ക്യൂ കിട്ടണം. ഇതിങ്ങനെ എല്ലാ ഒന്നും കിട്ടാണ്ടിരിക്കണോ? യു 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 3 2 1 ഗോ. ശ്യാമി അതിദാരുണമായി തോൽക്കോ? ഒന്നുകൂടെ ഒരു സംശയം ചോദിക്കാനാ. ചോദിക്കാൻ പാടില്ല. ശ്യാമിന്റെ മൊത്തം ചോദിക്കുന്നേ. ഞാൻ ചോദിച്ചോന്നല്ലേ, ഞാൻ നോക്കി നിന്നിട്ടുള്ളൂ. ഇന്നെ രൂക്ഷമായി നോക്കി കഴിഞ്ഞാൽ നമുക്ക് യു വെച്ച് ഒന്നും കിട്ടൂല. ശ്രീ അവിടെ മിണ്ടാണ്ടിരുന്ന് എന്തൊക്കെ ആലോചിക്കണം. എനിക്കൊന്നും കിട്ടുന്നില്ല. ഒന്നും കിട്ടില്ല. അങ്ങനെ അറിയാം. ആരൊക്കെ ആദ്യം കിട്ടുകയാണ് മുഖത്തോടെ മുഖം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ആനിമൽ മാത്രം കിട്ടാനുള്ളൂ. അതെനിക്കറിയില്ല. ഷാമിക്ക് എന്താന്ന് എനിക്കറിയില്ല. അങ്ങനെയൊക്കെ തന്നെ. വേറെന്തെങ്കിലും കിട്ടിയാ മാറ്റി എഴുതും. സല്ലു ക്ഷീണായി സല്ലിന് നിന്നിട്ട്. ആദ്യം മുതൽ പറയാ. പേര് ഉത്തമൻ, ഉണ്ണിത്താൻ, ഉനീസ്. അങ്ങനെ. സ്ഥലം USA, ഉസ്ബെക്കിസ്ഥാൻ. ഉട്ടോപ്യ.
തിങ്സ്. ഒരു മിനിറ്റ്. ഉട്ടോപ്പിക്ക് ഈ വെച്ചിട്ടല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്? അങ്ങനെ തോന്നുന്നേ. ഒന്ന് നോക്കിയേ ഉട്ടോപ്യനെ. ഉട്ടോപ്യ യു എല്ലാരോടും ഒട്ടാപ്പിയാണോ? എനിക്കറിയില്ല, എനിക്ക് വായിൽ വന്നത് ഊ പറഞ്ഞപ്പോ യു പുട്ടോപ്പിയാന്ന് എഴുതി. മലയാളത്തിൽ എഴുതുമ്പോ ഊ വെച്ചിട്ട് എഴുതാം, പക്ഷെ ഇംഗ്ലീഷ് എഴുതുമ്പോ സ്പെല്ലിംഗ് എന്തായിരുന്നു? ആക്ച്വലി ഗൈസ് സാങ്കല്പിക അല്ല സ്ഥലമാണ്, അത് എനിക്ക് ഓൾറെഡി അറിയാം. സാങ്കല്പികം ഇമാജിനറി സ്ഥലമാണ്. അതെ, അങ്ങനെ ഒരു സ്ഥലം ശരിക്കില്ല. പക്ഷെ അത് സ്ഥലത്തിന് കൊടുത്ത പേരാണ് ഉട്ടോപ്യ. അപ്പൊ എന്താ ചെയ്യണ്ടേ? സ്ഥലം ഇമാജിനറി സ്ഥലത്തിന്റെ പേരാണ്. സ്ഥലത്തിന്റെ പേരാണ്, പക്ഷെ ഇമാജിനറി സ്ഥലമാണെന്നേ ഉള്ളൂ. ഇവിടുന്ന് ആരും ഓക്കെ, പറ്റില്ല. 0-8. ഉട്ടോപ്പിയ പോണം. എനിക്ക് ഉക്രൈൻ എഴുതി വെച്ചാൽ മതി. ഞാൻ 5 മാർക്കെങ്കിലും കിട്ടിയിരുന്നു. ആരാ ഉക്രൈൻ എഴുതി? ആരും ഞാൻ ഇവളല്ലേ എഴുതിയത്? ഞാൻ ഉസ്ബെക്കിസ്ഥാനല്ലേ. ഉസ്ബെക്കിസ്ഥാനുള്ള എഴുതി. 10 മാർക്ക് കിട്ടിയാലേ. ഓക്കെ, തിങ് അംബ്രല്ല ക്യാപ്പ്. അംബ്രല്ല ആരെങ്കിലും എഴുതുന്നല്ല, എനിക്ക് പേടി. ഞാൻ യുറാനസ്. അതൊക്കെ അല്ലേ? ഗ്രഹം തിങ്ങല്ലേ? ഗ്രഹം തിങ്ങാ. ഗ്രഹം തിങ്ങായിട്ട് കൂട്ടുവോ? സ്ഥലമായിട്ട് വേണമെങ്കിൽ ഗ്രഹം കൂട്ടാ. യുറാനസിലാണല്ലോ പോയാട്ടോ. യുറാനസ് ചന്ദ്രനിൽ പോവാന്ന് പറയൂലേ, അതേപോലെ യുറാനസ് പോയിട്ട് ഈ കണ്ടിട്ടോ തിങ്ങായിട്ട് കൂട്ടിക്കൂടെ? കൂട്ട ഈ ഒന്ന് വായ തുറന്ന് പറയാം, അല്ലെങ്കിൽ ഇവര് വിശ്വസിക്കും. കുഴപ്പമില്ല. എന്താ യൂനോ ഗെയിം ആനിമൽ എഴുതിയിട്ടില്ല ഗൈസ്. ഞാനും എഴുതിയില്ല. യൂണിക്കോൺ. യൂണിക്കോൺ സാങ്കല്പികമായിട്ടുള്ള ഒരു സാങ്കല്പികമായിട്ടുള്ള സാധനമാണ്. ഫിക്ഷൻ. ഓക്കെ, കുഴപ്പമില്ല. 0. യൂണിക്കോൺ ഫിഷിന് എഴുതിയാൽ കിട്ടുമായിരുന്നു. യൂണിക്കോൺ ഫിഷ് ഉണ്ടായിരുന്നു അല്ലേ? മൂവി ഐസ് ഫിഷ് വരെ എഴുതിട്ട് എന്തുകൊണ്ട് യൂണിക്കോൺ ഫിഷ് എഴുതില്ല? ഞാൻ ഇത് സ്ട്രൈറ്റ് ആണെന്ന് വിചാരിച്ചു, മറ്റേത് വളഞ്ഞു പിടിക്കാനുള്ള രണ്ടാണ് ഇമാജിനറി എഴുതി. അത്രേ ഉള്ളൂ. ഓക്കെ, മൂവി ഉലകം ചുറ്റും വലിയ. ഉത്സാഹ കമ്മിറ്റി. ഉള്ളടക്കം. നെയിമിന് കിട്ടി, പിന്നെ തിങ്ങിന് കിട്ടി, പിന്നെ മൂവിക്ക് കിട്ടി. അങ്ങനെ 30 മാർക്ക്. ബാക്കി 2 0. എനിക്ക് നെയിമിന് ഉനൈസിന് കിട്ടി, ഉസ്ബെക്കിസ്ഥാന് കിട്ടി, യൂനോ കിട്ടി, പിന്നെ ആനിമൽ ബേർഡ് ഞാൻ എഴുതിയിട്ടില്ലായിരുന്നു. ഫിലിം കിട്ടി, ഉത്സാഹ കമ്മിറ്റി. അങ്ങനെ ടോട്ടൽ മാത്രം. എനിക്ക് ഉത്തമന് കിട്ടി, USA കിട്ടി, അംബ്രല ക്യാപ്പിന് കിട്ടി, യൂണിക്കോൺ ഇമാജിനറി ആയിരുന്നു, പിന്നെ ഉള്ളടക്കത്തിനും കിട്ടി. ടോട്ടൽ 40. തോന്നി ഉത്സാഹത്തോടെ പോയിട്ട് യൂണിക്കോൺ എല്ലാം കഴിഞ്ഞ് അടിച്ചപ്പോ അതിൽ എന്തെങ്കിലും അടിച്ചു കഴിഞ്ഞപ്പോഴൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, എന്തോ ഒരു പ്രശ്നം. എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നി. മത്സരം കടുത്തോണ്ടിരിക്കുകയാണ്. ഇതുവരെ ആർക്ക് എത്ര പോയിന്റ്, ആരായിരിക്കും മുന്നിലെന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റാത്തൊരു ലെവലിലാണ് ഇപ്പൊ സ്കോറൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ സ്കോർ നോക്കിയിട്ടില്ല. നമുക്ക് ലാസ്റ്റ് നോക്കാം. നമ്മുടെ മലയാളം നെയിം പ്ലേസ് തിങ്ങിനെക്കാട്ടി വാശിയോടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അപ്പൊ നമുക്ക് ഒന്നും കൂടി കറക്കിട്ട് കിട്ടാതെ അതെ, ഒന്നുപോലും എഴുതാൻ പറ്റാതെ ഒറ്റന്ന് വരെ എഴുതിയിരുന്ന റൗണ്ട് ഉണ്ട്. കോഴിയാണെന്ന് എഴുതിയില്ല. ഇപ്രാവശ്യം ഈ ആദ്യം ബസ് അടിച്ചിട്ടേ ഇല്ലല്ലേ ഷമി? അതിനുള്ള അവസരമൊക്കെ കിട്ടിയില്ലേ? പോട്ടെ. ഓക്കെ, എന്തൊക്കെയാ നോക്കുന്നത്? ഓക്കെ, എഴുതി നോക്കാം. പേര് മനു. മാനസ. 10. പ്ലേസ് മട്ടന്നൂർ. മലപ്പുറം. മക്ക. ഇത് മക്ക. തിങ് മോൾഡ്. മൈക്ക്. മിൽട്ടൺ ഗ്യാസ് സ്റ്റൗ. അല്ല, പിന്നെ എനിക്കൊരു സാധനം കിട്ടില്ലായിരുന്നു. അപ്പൊ ഞാൻ അത് എഴുതി വെച്ചു. ഇതേപോലെ അംബ്രല ക്യാപ്പ് വോഡഫോൺ സിം. വേറെ വഴിയില്ല, ഇവർ എഴുതാത്തത് എഴുതണ്ടേ? ബുദ്ധി. ആനിമൽ മൗസ്. മൗസാ? അയ്യോ, ഞാൻ മങ്കി. മ്യൂള്. മ്യൂള് പറഞ്ഞിട്ടൊരു സാധനം തോളിക്കില്ലാന്ന് വിചാരിച്ചല്ലേ? മൂവി മണിച്ചിത്രത്താഴ്. ഞാൻ മധുര മനോഹരം ഈ അണ്ടകടാഹം
എഴുതാൻ വരും. അണ്ടകടാ മനോഹരം എഴുതിണ്ട്. ഇതാ മധുര മനോഹരം അണ്ടകടാ. കഠിന കഠോരം ഈ അണ്ടകടാണോ? അങ്ങനെ അതാണ് മധുര മനോഹരം ഈ അണ്ടകട. അല്ല മധുര മനോഹരം എന്ന് പറഞ്ഞിട്ട് വേറെ മധുരം മനോഹരം ആ അതാണ് ഉദ്ദേശിച്ചത്. ആ തുടക്കത്തിന് ഒരു ഇതില്ലാതെ പോയതാ. ഒപ്പരെ ഏകദേശം ഒപ്പരക്ക് ഇറങ്ങിയ സിനിമ അല്ലത്. അല്ലല്ല രണ്ടും. ശ്യാമേ ഈ തോറ്റ് അതിനടക്ക് മാർക്കില്ല. അത് അവിടെ കൊണ്ട് സഹിച്ചാള്. എനിക്ക് എന്തൊരു കഷ്ടം. ഗൈസ് ഇതിൽ എനിക്ക് 50 മാർക്കാണ്. മനു ഇതെന്തായിരുന്നു? മട്ടന്നൂർ മിൽട്ടൺ ഗ്യാസ് സ്റ്റവ് മൗസ് മണിച്ചിത്ര താഴെ 50 മാർക്ക്. എനിക്ക് മാനസയ്ക്ക് 10, മക്കയ്ക്ക് 10, മോൾഡിന് 10, മ്യൂളിന് 10, മനസ്സിനൊക്കെ 10, ടോട്ടൽ 50 മാർക്ക്. എനിക്ക് മൈനക്ക് 10, മലപ്പുറം 10, മൈക്ക് 10, മങ്കി 10. 40 മാർക്ക്. ഓക്കെ ഇനി അടുത്ത ഞാനാണ് ഗൈസ്. വിട്ടട്ടെ. ഞാൻ കിടക്കട്ടെ. ഓക്കെ W നിക്ക്. F. ഓക്കെ 3 2 1 ഗോ. അയ്യോ ഞാൻ എഴുതി കഴിഞ്ഞ് അത് ഞാൻ എഴുതിയത് തന്നെയാണോ എനിക്ക് സംശയം. എന്താ അടിപൊളി. എല്ലാരും എഴുതിയത് ഒന്നാണോ എന്ന് എനിക്കും ഒരു സംശയം. ഓക്കെ നെയിം ഫെമിൻ. രണ്ടാമത്തെ പേരാണ് ഫ്രാൻസിസ്. ഓക്കെ 10 മാർക്ക്. സ്ഥലം ഞാൻ ഫറൂഖ്. ഫ്രാൻസ്. ഫറൂഖ്. ഓള് ബസ്സടിച്ചപ്പോ പേടിച്ച് 5 മാർക്ക്. 5 മാർക്ക്. തിങ് ഫിഷ് മോളി. ഫലാഫിൽ. ഫാരൻഹീറ്റ് തെർമോമീറ്റർ. അത് എഴുതാൻ എന്റെ സമയം പോയത്. ആനിമൽ ഫിഷ്. ഫോക്സ്. ഫ്രോഗ്. ഫോക്സ് ആരെങ്കിലും എഴുതുമോ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. മൂവി ഫ്രോഗ് എഴുതാൻ പേരുണ്ട്. പറയട്ടെ. ആലിമി. ഉണ്ട്. ഞാനൊന്നും എഴുതിയില്ല. എന്താ എഴുതിയേ? പറഞ്ഞരാ. എന്താ പാലിമി അങ്ങനെ സിനിമ ഉണ്ടായിരുന്നില്ലേ ഇതിലെ? ഓക്കെ എനിക്ക് ഫറൂഖിന് ഞാനും ഷമിയും സെയിം എഴുതിയോണ്ട് അതിന് 5 മാർക്ക്. അപ്പൊ ടോട്ടൽ 45. എനിക്ക് ഫ്രാൻസിന് 10, ഫ്രാൻസിന് 10, ഫാരൻഹീറ്റ്. അല്ലല്ല ഞാൻ ഫ്രാൻസിസ് തന്നെ എഴുതിയത്. ഫ്രാൻസിന് 10, ഫാരൻഹീറ്റ് തെർമോമീറ്റർ 10, ഫോക്സ് 10, ഇത് ഞാൻ 0, ടോട്ടൽ 40. ഓക്കെ എനിക്ക് 35 ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് ഇങ്ങനെ തന്നെ. ഷാമി പ്രാവശ്യം ഭയങ്കര ഒരു പൊട്ടലിലൂടെ കടന്നു പോകുന്നത്. കാര്യം പറയാൻ പറ്റില്ല. മാർക്കൂട്ട് പാരാ ഞാനല്ല. അല്ല എന്തായാലും എന്താ വെച്ചാല് ഒരു സ്പെല്ലിങ്ങിൽ തന്നെ 3-4 എണ്ണോളം ഒന്നിച്ച് എഴുതാത്തതുണ്ട്. അപ്പൊ നമ്മള് ലാസ്റ്റ് റൗണ്ടിലേക്ക് കടക്കാണ്. ഇതിൽ ഇവർക്ക് കിട്ടാതെ എനിക്കെല്ലാം കൊടുക്കും. ഒന്നും കിട്ടാത്തത് നല്ല ഉദ്ദേശമാണ്. അതാ പോണ വി 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 ഒന്നൂടെ. എഴുതി കഴിഞ്ഞിരുന്നു. എഴുതി എനിക്ക് ശരിയാണെന്ന് ഡൗട്ട് ഉണ്ട്. ഓക്കെ നീതു. എനിക്ക് സത്യം പറയാലോ ഒന്നും കിട്ടില്ല. ഒരു പേര് പോലും എനിക്ക് വഴിയെ കിട്ടില്ലേലും. പ്ലേസ് ടെൻഷൻ ആയിപ്പോയി. നാദാപുരം. നിലമ്പൂര്. നാഗാലാൻഡ്. തിങ്സ് പറയ്. നെയിൽ പോളിഷ് റിമൂവർ. നെയിൽ കട്ടർ. നൈലോൺ ക്ലോത്ത്. ഞാൻ നെയിൽ പോളിഷ് ആരെങ്കിലും എഴുതാൻ ചോദിച്ചാൽ ഞാൻ നെയിൽ പോളിഷ് റിമൂവർ ആക്കിയതാണ്. ഇനി ആനിമൽ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഈ നൈൽ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടോ? നൈല ആ മറ്റേ നീർന്ന അത് നോക്കുന്ന കൂട്ടത്തിൽ നോർത്തേൺ ബിയർ ഉണ്ടോ എന്നും കൂടി പോളാർ ബിയർ ഉണ്ട് ആണ്. പക്ഷെ നോർത്തേൺ ബിയർ നോർത്ത് സൈഡിൽ ജീവിക്കുന്ന ബിയർ 10 മാർക്ക് ആയിട്ട് വേണം. വേണം.
ഓ നേരത്തെ വീ വെച്ച് വാനമ്പാടി പിടിച്ചിരിക്കും. പോളാർ ബിയർ ഈസ് ഓൾസോ നോൺ ആസ് നോർത്തേൺ ബിയർ. അതാണ് സംഭവം. അതെ, പോളാർ ബിയർ ആണ് നോർത്തേൺ ബിയർ അടിച്ചാല് വരും. ഞാൻ ഒന്ന് നോക്കട്ടെ. അത് തട്ടിപ്പോയതാ. സോറി, നോർത്തേൺ ബിയർ എന്ന് പറയുമ്പോൾ നോർത്തേൺ ബിയർ ഇതാ നല്ല ഭംഗിയുള്ള നോർത്തേൺ ബിയർ എന്ന് പറയുമ്പോൾ ബിയറിനെ കാണിക്കുന്നുണ്ട്. ഗൈസ് അതന്നെ നമ്മള് എന്താ പറയാ അന്റാർട്ടിക്കയിലൊക്കെ കാണുന്ന, അതായത് പോളാർ റീജിയൻസിൽ കാണുന്ന ബിയർ ആണ് പോളാർ ബിയർ. അതിന് നോർത്തേൺ ബിയർ എന്നൊരു പേരുണ്ട്. അപ്പൊ ചക്കെടുത്ത് മോയിൽ ചെത്തുന്നുള്ള രീതിയിൽ ഓക്ക് മാർക്ക് കിട്ടി. അതാണ് സംഭവം. ഓക്ക് മാർക്ക് കൊടുക്കണ്ടേ? നോർത്തേൺ ബിയർ വരുന്നുണ്ട്. അങ്ങനെ ഞാൻ സൗത്ത് മങ്കി എന്നൊക്കെ അത് ശരിക്കും അങ്ങനെയാണ്. നമുക്ക് സൗത്ത് മങ്കി, സൗത്ത് വേറെ എന്തെങ്കിലും, സൗത്ത് ഫ്രോഗ്, ഏഷ്യൻ എലിഫന്റ്, ഏഷ്യൻ കാറ്റ്. അല്ല, പക്ഷെ അതൊക്കെ ഒരു കാറ്റഗറിയിൽ പെടും. ആ നോർത്തേൺ ബിയർ അതൊക്കെ മാർക്ക് കൊടുക്കേണ്ട സാധനം തന്നെയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ശ്രീക്ക് അതിന് മാർക്ക് എഴുത്. ടീമായോ? ഞാൻ ടീമായതല്ല. നൈറ്റിംഗേൽ ആരെങ്കിലും കേട്ടോ? 10 മാർക്ക്. ഇന്റത് ഈ നൈൽ എന്ന് പറഞ്ഞ സാധനം ഇല്ല. അത് ഞാന് സീലിൽ എന്ന് പറഞ്ഞതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നീർനായല്ലേ, പക്ഷെ അതിന് എനിക്ക് മാറിപ്പോയതാട്ടോ. അപ്പൊ അതിന് മാർക്കില്ല. പിന്നെ വേറെ കാര്യം കൂടി പറയണോ, ഈ നൈൽ എന്താ ക്രോക്കഡൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നൈൽ ക്രോക്കഡൈൽ എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി ഉണ്ട്. പക്ഷെ നൈലിന് മാത്രം ഇതുകൊണ്ട് മാർക്കില്ല. ഓക്കെ അപ്പൊ അതിന് 0 ആണ്. ഫിലിം നീല വെളിച്ചം. ഞാൻ നീലാകാശം പച്ചക്കട ചുവന്ന മൂവി, നീലാകാശം പച്ച വരെ എഴുതി. പറ്റില്ല, ഞാൻ നേരത്തെ എഴുതിയിട്ട് മാർക്ക് തന്നിട്ടുണ്ട്. മാർക്ക് തന്നിട്ടില്ല. എനിക്ക് തെറ്റേനു. മധുരമനോഹരം തെറ്റും കൂടി എഴുതിച്ചോണ്ടാണ്. അതാണ് പ്രശ്നം പറ്റിയത്. നീലാകാശം പച്ചക്കട ചുവന്ന ഭൂമിക്ക് എനിക്ക് 10 മാർക്ക് കേട്ടോ. അപ്പൊ 10, 20, 30, 40 മാർക്ക് ആനിമൽ എനിക്ക് കിട്ടിയിട്ടില്ല. 10, 20, 30, 40 എന്തേ 50 മാർക്ക് ഇതിലെനിക്ക് ലാസ്റ്റ് 50 മാർക്ക് കിട്ടി. എനിക്ക് 50 മാർക്ക്. അങ്ങനെ എനിക്ക് നീയൊക്കെ 50 മാർക്ക് കിട്ടി. നിലമ്പൂരിന് കിട്ടിയില്ലെങ്കിലോ? എനിക്ക് നീയൊക്കെ 50 മാർക്ക്, നിലമ്പൂരിന് 50 മാർക്ക്, നൈലോൺ ക്ലോത്തിന് 50 മാർക്ക്, നോർത്തേൺ ബിയറിന് 50 മാർക്ക്, പിന്നെ നീല വെളിച്ചത്തിന് 50 മാർക്ക്. സോറി 10 മാർക്ക്. നോർത്തേൺ ബിയർ എഴുതിയ തെറ്റിട്ട് ഓള് നിന്നെ ഇങ്ങനെ വായിച്ചാണോ? അപ്പൊ കഴിഞ്ഞില്ലേ? കൂട്ടിയാലോ? നമ്മുടെ റൗണ്ട്സ് ഒക്കെ ഇവിടെ തീർന്നിരിക്കുകയാണ്. ആരാണ് ഇതിൽ വിന്നർ ആയിരിക്കുന്നത് നോക്കാൻ എന്റെ മനസ്സ് പറയുന്നത് ശ്രീ ആയിരിക്കും വിന്നർ. എന്റെ മനസ്സിൽ നെഞ്ചിരിക്കുന്നു. എന്റെ മനസ്സ് ആരും പറയുന്നില്ല. ഇങ്ങനെ ഉറക്ക വിളിച്ചു പറയുന്നില്ലേ? ഇവരാരോ ആണ്. ഓക്കെ, ഞാൻ എന്റെ മാർക്ക് കൂട്ടാൻ പോവാണ്. 40 പ്ലസ് 30 പ്ലസ് 40 പ്ലസ് വലിയ സ്കോർ. 45 പ്ലസ് 45 പ്ലസ് 30 പ്ലസ് 40 പ്ലസ് 50 പ്ലസ് 40 പ്ലസ് 50. ഇവര് വെറുതെ പറയണം. 410. എന്റെ അമ്മ അത് ശ്രീ എന്നെ നാട്ടോ എനിക്ക് തോന്നുന്നത്. 410 410 സ്കോർ കിട്ടി. അടുത്തതിന്റെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ് ഗൈസ്. 40 പ്ലസ് 40 പ്ലസ് 40 പ്ലസ് 35 പ്ലസ് 35 പ്ലസ് 10 10 പ്ലസ് 40 പ്ലസ് 40 പ്ലസ് 35 പ്ലസ് 50 365 ശ്രീ 410. എന്തൊരു ഡിഫറൻസ് ആണ്. അപ്പൊ ഞാൻ തന്നെ തേർഡ്. 55 മാർക്കിന്റെ ഡിഫറൻസ് ആണ് അവര് തമ്മിലുള്ളത്. ഗൈസ് ഇനി ഇന്റത് കൂട്ടി നോക്കാം. തുടക്കത്തില് നല്ല മാർക്കാ. 40 പ്ലസ് 50 പ്ലസ് പിന്നെ 40 പ്ലസ് കണ്ണു വെക്കല്ലേ 40 പ്ലസ് 30 പ്ലസ് 40 പ്ലസ് ഇനിയുണ്ടല്ലോ കൊറേ. 30 പ്ലസ് എന്നെക്കാട്ടുണ്ടാവും. 50 പ്ലസ് 45 പ്ലസ് 40 405 ഗൈസ്. 5 മാർക്കിന്റെ ഡിഫറൻസില് ഞാൻ ജയിച്ചിരിക്കുന്നു. ഏഴായിരത്തില്ലാത്തോണ്ട് നമ്മൾ അതിനെ പറ്റി സംസാരിക്കുന്നത്. ഒരു റൗണ്ടിന്റെ കയ്യിൽ നിന്ന് മിസ് ആയി പോയി. ഒരു റൗണ്ടിൽ എനിക്ക് സി വന്നതിൽ ഞാൻ ഇങ്ങനെ ആ ചാ എന്നുള്ളത് ആലോചിച്ചു. അതാണ് ഫുൾ 50 കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് 100 മാക്സിമം ഒരു 190 കിട്ടുമായിരുന്നു. 390 കിട്ടുമായിരുന്നു. 390 അങ്ങനെ കിട്ടും. എന്നാലും വേണ്ടി നിങ്ങളെ എടുത്തായില്ലേ? അപ്പൊ എന്തായാലും ഗൈസ് 410 മാർക്കോടെ ഞാനാണ് ഈ ചാലഞ്ച് ജയിച്ചിരിക്കുന്നത്. ഇത് വാശിയും വീറുള്ള ഒരു ചാലഞ്ച് ആയിരുന്നു. ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് വന്നു പോയി. ഭയങ്കര ഉയർച്ചയിൽ നിന്ന് പൊടുന്നനെ താഴ്ചയിലേക്ക് പോയ കാഴ്ച വരെ കണ്ട്. അതെ, തലയിൽ മുണ്ടിട്ടിരിക്കുന്ന
തലയിൽ മുണ്ടിട്ടിരിക്കേണ്ട അവസ്ഥകൾ വരെ നമ്മൾ കണ്ടു. താഴ്ചയിൽ നിന്നവർ പെട്ടെന്ന് തന്നെ ഉയർച്ചയിലേക്ക് ഇറങ്ങുന്നത് നിങ്ങളെ കണ്ടു guys. അപ്പൊ guys, ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഇനി ഹിന്ദിയിൽ വേണമെന്നൊന്നും ആരും പറയരുത്. Please. ആവൂല. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. മറ്റൊരു അടിപൊളി വീഡിയോ ഇട്ട് അപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതുകൊണ്ട് this is ശ്രീലക്ഷ്മി, This is Shavya. This is Sanjita. signing off.